ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സാധാരണ അൽഫാമിന് വെട്ടി വാങ്ങുന്ന പോലെ തന്നെ 4 പീസായി വെട്ടി വാങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 3 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കാം. മസാലയെല്ലാം തേക്കുമ്പോൾ പെട്ടെന്നൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കനെല്ലാം നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മസാല തയ്യാറാക്കണം. 2 ലെയറായിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കട്ടത്തൈരാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട ആദ്യത്തെ മസാല ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാല എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 ഏലക്ക, പിന്നെ ഒരു 2 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ മസാലയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തതുകൊണ്ട് ഇതിൽ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നിങ്ങൾക്കിതിന് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ അല്ലാത്തതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു അരമണിക്കൂർ ഇവിടെ ആയിട്ടുണ്ട്. പേസ്റ്റ് എല്ലാം കൂടെ അതിൻ്റെ മേലെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ മസാല നമുക്കിതിലേക്ക് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ടാവുന്ന വിധത്തിൽ തന്നെ നന്നായി തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്.
നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാം കൂടെ എല്ലായിടത്തും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 7 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. എത്രത്തോളം നേരം മാറ്റി വയ്ക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 7 മണിക്കൂറോളം ആയിട്ടുണ്ട്. മസാല എല്ലാം നന്നായി ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓവൻ ഒന്നൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഗ്രില്ലിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ ഓരോ പീസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടൈം സെറ്റ് ചെയ്യാം. ഞാൻ ഒരു 40 മിനിറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ വരുന്നത് 200 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ഞാൻ റോയ്സ്റ്റർ ആൻഡ് ബോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ ആകുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. ഞാനിവിടെ മോർഫിറിച്ചാറിൻ്റെ OTG ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പാനിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലയെല്ലാം തേച്ചിട്ട് എത്ര നേരം വെക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറോ 7 മണിക്കൂറിന് മുകളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു 40 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഒരു 40 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ 2 ഭാഗവും നന്നായി റെഡി ആയിട്ടുണ്ട്. ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആ മസാലയൊക്കെ നന്നായിട്ട് അതുമേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്